ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇതുപോലെ കിറ്റ് മേടിച്ച് വീട്ടിൽ തന്നെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് പഴയ പോലെ 4 മണിക്കൂർ കാസ്റ്റിക് സോഡ വെള്ളത്തിലിട്ടിട്ട് കൂളായി അങ്ങനെയൊക്കെ ഒരുപാട് മണിക്കൂർ എടുത്ത് ചെയ്യേണ്ട കിറ്റൊന്നുമല്ല. ഇത് പുതിയതായിട്ട് വന്നേക്കണ കിറ്റാണ് കേട്ടോ. അത് ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നി, അതാണ് ഞാൻ വീഡിയോ എടുത്തതും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റും കൂടി ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇതിനേക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. പെർഫ്യൂമും എല്ലാം ഈ ലിക്വിഡിൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു വൈറ്റ് കളറിലുള്ള വെള്ളത്തിൻ്റെ കളറിലുള്ള ഒരു ലിക്വിഡും ഓറഞ്ച് കളറിൽ ഒരു ഡാർക്ക് ഓറഞ്ച് കളറിലുള്ള ലിക്വിഡും ഉണ്ട്. പിന്നെ കാസ്റ്റിക് സോഡയുടെ പൗഡറും കൂടി ഉണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഒരു 2 ബക്കറ്റ് വേണം. ഒരു ലിറ്ററിൻ്റെ കുപ്പി അല്ലെങ്കിൽ 2 ലിറ്ററിൻ്റെ ആയാലും മതി. ഒരു കുപ്പി നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2 ബക്കറ്റിലും ഓരോ ബക്കറ്റിലും 2 ലിറ്റർ വെള്ളം എടുക്കുക. ഒരു ബക്കറ്റിൽ 2 ലിറ്റർ, മറ്റേ ബക്കറ്റിലും 2 ലിറ്റർ കേട്ടോ. ഇതാണ് ഫസ്റ്റ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു ബക്കറ്റിനും 2 ബക്കറ്റിലുമായിട്ട് 2 ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ട് പിന്നെ അതിലെ ഒരു ബക്കറ്റിലോട്ട് നമ്മൾ കാസ്റ്റിക് സോഡയുടെ പൗഡറാണ് ആഡ് ചെയ്യണത് കേട്ടോ. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു മരത്തിൻ്റെ കഷ്ണമാണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് അപ്റ്റായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. പാത്രം ഇത് എന്താ പറയുക, നമ്മളെ കയ്യിലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇതിൻ്റെ പൊടി മുഴുവനായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളത് അതിലോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെക്സ്റ്റ് രണ്ടാമത്തെ ബക്കറ്റിലോട്ട് നമ്മൾ ഈ ലിക്വിഡ് എല്ലാം ആഡ് ചെയ്യുക. ആദ്യം ഓറഞ്ച് ലിക്വിഡ് ആഡ് ചെയ്യുക. വീണ്ടും നമ്മളതൊന്ന് കഴുകി ആ കുപ്പിയിൽ, കാരണം അതിൽ നല്ല കൊഴുകൊഴുത്ത ഒരു ടൈപ്പ് ലിക്വിഡ് ആയതുകൊണ്ട് അത് മുഴുവനായിട്ട് അതിലോട്ട് ഒരു ഇതാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വെള്ളം എടുത്ത് ഞാനത് കഴുകി ഒഴിച്ചത് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് ആ വെളുത്ത ഇതും കൂടി ആഡ് ചെയ്യാം. എനിക്കിതിൻ്റെ പേരുകളൊന്നും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, കാരണം നമ്മളിതിൻ്റെ കോഴ്സും കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത് നേരത്തെ മുതൽ ഞാനിങ്ങനെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനത്തെ 2 ലിക്വിഡും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മളത് മിക്സ് ചെയ്യാണ് കേട്ടോ. പണ്ടത്തെ ഇത് വെച്ച് പണ്ടത്തെ ആ ഒരു കിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പം നല്ലൊരു വല്ലാത്തൊരു കെമിക്കൽ സ്മെല്ലും പിന്നെ നമുക്ക് കൈയൊക്കെ ഉപയോഗിക്കുമ്പോൾ കയ്യിനൊരു പുകച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു കിറ്റിലുള്ള ഈ ലിക്വിഡോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ കൈക്ക് യാതൊരു പുകച്ചിലും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാക്കുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് 2 നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ 2 കൂടി നമ്മൾ യോജിപ്പിക്കുകയാണ്. അപ്പോൾ 2 ലിറ്റർ വെള്ളം, അപ്പം 4 ലിറ്റർ വെള്ളം, പിന്നെ 2 കുപ്പിയിലുമായിട്ടുള്ള ഒരു സ്ലറിയും കൂടി കൂടി 1 ലിറ്ററിൻ്റെ സ്ലറിയും കൂടി ആ ഒരു ലിക്വിഡും കൂടി കൂടിയിട്ട് 5 ലിറ്റർ ടോട്ടൽ. ഇത് 2 കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട് കേട്ടോ. കട്ടി എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയാണ്. നമ്മളിത് തെളിഞ്ഞ് കഴിയുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു രൂപം നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു ലെമൺ യെല്ലോ കളറാണ്. ഇത് അത്യാവശ്യം പതയൊക്കെ താന്ന സമയത്തെടുത്താണ്. അടിയിൽ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക, ആ ഒരു പൊടിയുടേതായ യാതൊരു മട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കും പോലെ തന്നെയാണ്. അതിൽ തന്നെയാണ് ലിക്വിഡിൽ തന്നെയാണ് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ലോണം ഒന്നായി കഴിഞ്ഞിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കളർ കേട്ടോ. അപ്പോൾ ഉപകാരപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്